ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു സാധനം വാങ്ങാൻ വന്ന് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഞാൻ കാണിക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന അപ്പം നമ്മളിങ്ങനെ സാധനം വാങ്ങുമ്പോൾ അവിടെ ഒരാളിങ്ങനെ ഇരിക്കുക. എന്താ രസമല്ലേ, ഫുള്ള് സാധനങ്ങളൊക്കെ എടുക്കുക. എൻ്റെ അമ്മേ, ഇന്നെടുത്ത് തീരുവാണാവോ? റിനു ഇവിടെ എന്താ ബട്ടർ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല തിരക്കും ഉണ്ട്, നല്ല തിരക്കാണ് കേട്ടോ. നോക്കിയോക്കെ ഈ നിന്നോട് തന്നെ നിന്ന് വട്ടം കറങ്ങണ ഒരു പരിപാടിയാണ് ഈ നെസ്റ്റോയിൽ പർച്ചേസിങ്ങിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ബോറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം അങ്ങനെ പോയി കിട്ടും. ഇപ്പം തന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഏകദേശം 9 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ലേറ്റ് ആവുമെന്ന് തോന്നുന്നത്. അവളാണെങ്കിൽ ഭയങ്കര ലാഗാണ്, ഓരോ സാധനങ്ങളും നോക്കി വായിച്ചിട്ടൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അവൾ സാധനം എടുക്കണതൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിതാ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. ഇരുത്തം കണ്ടില്ല. ആരാ ഇപ്പോൾ അവൻ്റെ വിചാരം എന്താ? അടിപൊളി. ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ബില്ല് ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വേഗം പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇതാക്കുന്നു വീണ്ടും ആ സെക്ഷനിലേക്ക് തന്നെ. പിന്നെയും ഇവിടെ തന്നെ കിടന്ന് കറങ്ങി കളിക്കുകയാണല്ലോ റിനോ. വേഗം നോക്ക്, നമുക്ക് പോണ്ടേ. എന്നാണ് എൻ്റെ ക്യാഷ് മൊത്തം തീർക്കുന്നു തോന്നുന്നത്. പർച്ചേസിങ് കണ്ടിട്ട് അങ്ങനെയാണ്, ആ ഒരു ലെവലിലേക്കാണ് പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ. എല്ലാ ബ്രാൻഡിൻ്റെയും ഐറ്റംസുണ്ട്. ചീസ്, കേട്, കേട് എടുക്കണമെന്ന്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഓഫറുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ എനിക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊന്നും വലിയ ഓഫറുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ നോക്കിയിടത്തോളം നമ്മളെ മാർക്കറ്റിൽ ഉള്ള ആ ഒരു റേറ്റ് തന്നെയാണ് ഏകദേശം ഇവിടെ വരുന്നതൊക്കെ തന്നെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ MRP കാണിച്ചിട്ട് ഇത് പുറത്തുനിന്നുള്ള സാധനങ്ങൾ കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ ഈ വലിയ MRP ആയിരിക്കും. ഇപ്പോൾ നമ്മളവിടെ ലോക്കൽ മാർക്കറ്റിൽ 120 റുപ്യ MRPക്ക് നോർമൽ കസ്റ്റമർ വിൽക്കണ സാധനമായിരിക്കും പുറത്തുനിന്ന് വരുന്ന സെയിം സാധനത്തിന് 225 MRP അടിച്ചിട്ട് വരുന്നത്. ആ 225 എന്ത് ചെയ്യും, ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫർ ഇടുന്ന ഒരു സെക്ഷനാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. കാരണം ഞാൻ പുറത്ത് പർച്ചേസിങ്ങിനും അതിനും ഇതിനൊക്കെ പോണ സമയത്ത് നമ്മളിങ്ങനെ എല്ലാ സൈഡും നോക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓഫറുകളൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരൊറ്റ ഷോപ്പിൽ കിട്ടുക, ആ ഒരു കൺസെപ്റ്റ് ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും വലിയ ഓഫറുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് സെല്ല് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രിക്കാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കാം. പിന്നെ ഉപ്പ് സാധനങ്ങൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ 19 രൂപ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് പുറത്ത് 15 രൂപയേ ഉള്ളൂ, ഇവിടെ 19 റുപ്യ കൊടുക്കണം, 4 രൂപ കൂടുതലാണ്. പിന്നെ തേങ്ങക്കാണെങ്കിൽ 79 രൂപയാണ് റേറ്റ് വരുന്നത്. കോക്കനട്ടൊക്കെ അത്യാവശ്യം വില ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കായാലും എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ നോർമൽ ഒരു കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിൽ എന്തെങ്കിലും കേട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി തരലുണ്ട്. പക്ഷേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ, ഇവിടുന്ന് നെസ്റ്റോ നിന്ന് വാങ്ങുമ്പോൾ നമുക്കതൊന്നും റീപ്ലേസ് ചെയ്ത് കിട്ടില്ല. ഒരുവിധം നോക്കിയാൽ ലാഭമാണ്, ഒരുവിധം നോക്കിയാൽ നഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പർച്ചേസിങ്. പിന്നെ അതിൽ വേറൊരു സംഭവം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് പാക്കിംഗ് കവറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് ഇത് ബില്ല് ചെയ്യണം. ഈ ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ എത്രയാണോ എടുത്തത്
ഇപ്പോൾ അതിൽ നമ്മളാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത്, നമ്മളാണ് ചൂസ് ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മൾ ആ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എത്ര വെയിറ്റ് ഉണ്ടോ ആ വെയിറ്റ് മൊത്തത്തിലാണ് അവർ ബില്ല് ചെയ്യുക. ഇപ്പോൾ സാധാരണ ഒരു നോർമൽ കടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 100 ഗ്രാം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ 100 ഗ്രാം ഒഴിവാക്കി വിടും. ഇപ്പോൾ ചില്ലറകൾ നമ്മൾ ഒഴിവാക്കി വിടും. പിക്കപ്പ് കവറുകൾ, സാധനങ്ങൾ, അതൊക്കെ നമ്മളെ ലോക്കൽ ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കേണ്ട ആ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സംഭവം നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഇവർ ചെയ്യണം. പിന്നെ അവർക്കും ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, അതും നമ്മൾ നോക്കണം. ഒരു സ്ഥാപനമല്ലേ, അപ്പോൾ അത് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളുണ്ട്, സാലറി കൊടുക്കണം, പിന്നെ കറണ്ട് ബില്ല് വരും, AC, ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ മാങ്ങ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമാങ്ങയാണ്. ബൂബ് ഇതാ ഇങ്ങനെ ഹായ് പറയാ, ഹായ്. അതൊക്കെ സെപ്പറേറ്റ് കവറിലേക്ക് ഇടണം. എല്ലാം നമ്മൾ ഓരോരോ കവറിലേക്ക് ആക്കിയിട്ട് ചെയ്യണം. എന്നിട്ട് വേണം ലാസ്റ്റ്. ഇതൊക്കെ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലാസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ സാധനം ഇടാൻ ഒരു ചാക്കോ ഒരു ഇതോ ഒന്നും അവർ തരും. നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട്. കോളിഫ്ലവർ ഇത്, അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ എന്തോരം ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഉണ്ട് ഒരു ക്രൗഡായിട്ടുള്ള ഇതാണ് അത്യാവശ്യം. പിന്നെ നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു, അതാണ് നമ്മൾ വേഗം തന്നെ പോയിട്ട് സെക്ഷനിൽ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് നോക്കിയിട്ട്. പിന്നെ പയർ, പക്ഷേ കോളിഫ്ലവറൊക്കെ നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ ആയിട്ട് ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്, പക്കാ ഫ്രഷ് ഇല്ല. നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്ന അതേപോലെ തന്നെ. അത് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഈത്തപ്പഴം വാങ്ങുന്നതാണ്. ഈത്തപ്പഴം നോമ്പ് ഇതൊക്കെ അല്ലേ, അപ്പോൾ ഈത്തപ്പഴമാണല്ലോ മെയിൻ. അപ്പം അങ്ങനെ 1 കിലോ ഈത്തപ്പഴം വാങ്ങി നമ്മൾ. ഡ്രാഗൺ ഫ്രൂട്ട്, വത്തക്കൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർമെലണൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. ആപ്പിള് അതെടുത്ത് കഴിഞ്ഞാൽ പോവാം നമുക്ക്. കണ്ടില്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ സെക്ഷൻസ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഒന്ന് ഒഴിഞ്ഞതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു, അതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയി പോയത്. നമ്മൾ എൻട്രൻസിലേക്ക് വന്നപ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചം കുറവായതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു. അപ്പം നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇൻട്രോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. കോൺഫ്ലെക്സ് ഇതൊക്കെ, പിന്നെ അവിടെ കുറേ വാച്ചുകൾ, ക്ലോക്കുകൾ, പിന്നെ അതേപോലെ ബാഗ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബാഗ് സാധനങ്ങളൊക്കെ കണ്ടോ, ചെരുപ്പ്, വാച്ച്, ചെരുപ്പുകൾക്കൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. 299 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു വിറ്റ് നിങ്ങൾ കാണാണ്ട്, ഇതിലൊരു ഇതുകൊണ്ടിങ്ങനെ നടക്കാം. ഇക്കാനി എന്നിട്ട് പോയാനി പുതിയ വരുമാനോ പറ്റും ഇതെടുത്തില്ലാന്ന് പറയണ്ട. അപ്പൊ ഇവിടെ ഇതാണ് കാരണം. നമ്മളിപ്പോ ഇതിൽ എസ്കലേറ്റർ കയറിയപ്പോ അവൾക്ക് ഭയങ്കര പേടിയാണ് എസ്കലേറ്റർ കയറാൻ. അപ്പൊ എത്താനോളോ കൂടെ തന്നെ. അപ്പൊ അവളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എസ്കലേറ്റർ കയറാൻ പഠിച്ചിട്ട് ബാക്കിലിരിക്കുന്നവരൊക്കെ. നമ്മളിവിടെ കയറി കഴിഞ്ഞിട്ട് പോയിട്ട് അവളെ കൂട്ടാന്ന് വിചാരിക്കുന്നത്.
ഇതാണ് ഭയങ്കര ലാഗാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇവിടെ ഡ്രസ്സിങ് സെക്ഷനും ഇതൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് വരുന്നത്. അത് നമുക്ക് താഴേക്ക് പോയി അവൾക്ക് ഭയങ്കര പേടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ കയറാൻ വേണ്ടി പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവസാനം ഞാൻ അവളെ വലിച്ച് അതിലേക്ക് ഇടാനുള്ള പുറപ്പാടിലാണ്. കയറ് എന്ന് പറഞ്ഞിട്ട് കയറുന്നില്ല. അവിടെയുള്ള സൈഡിലുള്ളവരൊക്കെ പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല, കാല് വെച്ചാൽ മതി, അങ്ങോട്ട് പോയിക്കോളുന്നു. എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മെല്ലെ കയറ്റി എന്താല്ലേ. അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സിങ് സെക്ഷനിലെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. 499. എൻ്റെ ബഡ്ജറ്റ് കീറുന്ന പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല ഗൈസ്. ഉണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട്, വെറൈറ്റി ഐറ്റംസുകൾ ഒരുപാടുണ്ട്. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഫുള്ള് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയാണ് അവള്. പിന്നെ അവൾക്ക് ഇതിൻ്റെ ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ്, വാഷിംഗ് മെഷീൻ ലിക്വിഡ്, അതൊക്കെ ഇവിടെയാണുള്ളത്, സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ ഞാനും ഇർഫാനും കൂടെ കഥ പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. ഇവിടെ കുഴപ്പമില്ലാത്തൊരു തിരക്ക്. ഇവിടെ പിന്നെ വലിയൊരു തിരക്കല്ല. ഞങ്ങളങ്ങനെ സാധനം എടുത്ത് നോക്കുമ്പോൾ ടോയ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്സാണ് ഇവിടെ. റേറ്റ് കാര്യങ്ങൾ 1999 രൂപ RC കാർ. ശരിക്കും അത്ര കോസ്റ്റ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 999 ആ റേഞ്ചില് ശരിക്കും കോസ്റ്റ് ഉണ്ട് ഐറ്റൊക്കെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന 2. അങ്ങനെ നമ്മളൊരു 4 ലോഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുറേ സമയമായി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൂബു അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര വികൃതി കാണിക്കുന്നുണ്ട്. ഓനെങ്ങനെ മാനേജ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഇതാണ്. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നത്. ഏകദേശം 10-15 മിനിറ്റോളം നമ്മളങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. മൂപ്പർക്കും ചടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം പ്രതീക്ഷിച്ച ആ സാധനം എത്താൻ വേണ്ടി എത്തിക്കഴിഞ്ഞു. ഇതാണിപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ. ഇതാണിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത്. ജസ്റ്റ് എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിൽ വെക്കായിരുന്നു. വളരെ കൊണ്ടിച്ചു വരുമ്പോ ഇവിടെ ഒരു ചെരുപ്പ് കണ്ടിരുന്നു ബൂബുന്. അതിന്റെ റേറ്റ് ഒന്ന് കഴിച്ചോക്കാം. നമ്മൾ ഉദ്ദേശിച്ച ആ ചെരുപ്പില് എനിക്ക് പറ്റിയ സൈസ് ഇല്ല. എനിക്ക് കുറച്ചുകൂടെ വലുത് വേണം. അവിടെ ഉള്ളത് കുറച്ച് ചെറിയ സൈസാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും പുതിയ സ്റ്റോക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ സ്കിപ്പ് അടിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും ടോയ്സ് ഇതിൻ്റെയൊക്കെ സെക്ഷനിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നിർത്തി കൊടുത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വേഗം പർച്ചേസിങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വേഗം കുടി പിടിക്കുക എന്നുള്ള പരിപാടിയിലാണ്. ഇതാണെങ്കിൽ ഓരോ സാധനങ്ങൾ നോക്കാന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുണ്ട്. ഭയങ്കര ലാഗാണ്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതാക്കി ഒരുപാട് ടൈം ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്. ഭയങ്കര ലാഗാണ്. കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണ്. അല്ലേ? അപ്പോൾ വേഗം എടുത്താൽ നമുക്ക് വേഗം പോവാം.
ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു. ഇവിടെ പിന്നെ നോട്ട് ബുക്സ് സാധനങ്ങളൊക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് വിട്ട് അടുത്ത സ്ഥലം പിടിക്കാം ഗൈസ്. നമ്മൾ ഇത്രയും തപ്പിത്തെരഞ്ഞുകൊണ്ട് നടന്നിരുന്ന സാധനം ഇവിടെ ഇല്ലാന്നാണ് ഒരു വിധം പറയുന്നത്. ഇവിടെ ഈ ഷോപ്പിലാകെ ഇല്ലാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരി പ്രസ്സാണ് ഗൈസ്. അപ്പോൾ അതിവിടെ ഇല്ലാന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കി, എല്ലാ മുക്കും മൂലയും നോക്കിയിട്ടുണ്ട് ആ സാധനത്തിന് വേണ്ടിയിട്ട്. അത് ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്ന് തോന്നുന്നു. സ്റ്റീൽ പാത്രങ്ങളുടെ ഇടയിൽ എന്താ പരിപാടി? നമുക്ക് പോവാൻ നോക്കാം വേഗം. അങ്ങനെ നമ്മളിനി പോണത് പാമ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡ്സുകൾ സാധനങ്ങളൊക്കെ ഉള്ള ഹാർപ്പിക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ലൈസോൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വേഗം പറഞ്ഞ് എസ്കേപ്പ് ആവാൻ. ഇതൊക്കെ ജസ്റ്റ് പറയാനുള്ളതല്ല, വലിയ ഓഫറുകളൊന്നും അല്ല. പിന്നെ പാമ്പേഴ്സ് ഇതിൻ്റെയൊക്കെ സെക്ഷനാണ്. അങ്ങനെ മാമിക്കൈക്കോ, ടെഡി, എല്ലാ ബ്രാൻഡും ഉണ്ട് ഒരുവിധം. എല്ലാ അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. നമ്മള് പോവാണ് കേട്ടോ.